നമ്മുടെ നാട്ടിലെ തൊഴിലുറപ്പ് സഹോദരിമാരെ കുറിച്ചൊരു വീഡിയോ തയ്യാറാക്കിയിടുന്നെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസമായി. അവരുടെ കഷ്ടപ്പാടും അവരുടെ ഒരു എഫർട്ടെന്ന് പറയുന്നത് വളരെ വലുതാണ്. അവർ വൃത്തിയാക്കിയിട്ടേക്കുന്ന ഒരു പുരയിടമാണിത്. കണ്ടോ, എന്ത് നല്ല രീതിക്കാണ് ഇതവർ ചെയ്തിരിക്കുന്നത്. അവരുടെ കഷ്ടപ്പാട് ഒരു സമയം പോലും വെറുതെ ഇരിക്കുന്നില്ല. ഈ പൊരി വെയിലത്ത് അവർ ചെയ്യുന്ന ജോലി അത് സമ്മതിച്ചു കൊടുത്തേ മതിയാവും. തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി, തിരുവിളക്കിൻ കതിരൊളിയിൽ കുടിയിരിക്കും സ്വാമി. അയ്യപ്പ സ്വാമി, അയ്യപ്പ സ്വാമി, നീട്ടി നിൽക്കും കൈകളിൽ നീ നിരിതരില്ലേ, നിന്റെ വീട്ടിലൊരു കൊച്ചനുജനായി കൂടെ വരില്ലേ. നീട്ടി നിൽക്കും കൈകളിൽ നീ നിരിതരില്ലേ, നിന്റെ വീട്ടിലൊരു കൊച്ചനുജനായി കൂടെ വരില്ലേ. ഇപ്പം പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് നാളുകൊണ്ടേ കിട്ടുന്നില്ല. കറക്റ്റ് കിട്ടിക്കൊണ്ടിരുന്നില്ല. നമ്മൾ ഒരു മസ്റ്റോൾ ചെയ്യപ്പം തന്നെ ആ 7 പണി ചെയ്യപ്പം തന്നെ അത് പോയി കഴിഞ്ഞാൽ അടുത്ത പണി ചെയ്യുമ്പോൾ ആ പൈസ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ എന്താണോ എന്തോ ഒരു 4-5 മസ്റ്റോളിന്റെ പൈസ നമുക്ക് കിട്ടാൻ കിടപ്പുണ്ട്. കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഉടനെ തന്നെ കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. തരുന്നവരുണ്ട്. നല്ല മനസ്സുള്ളവർ നല്ലോണം എന്തെങ്കിലുമൊക്കെ നമുക്ക് കഴിക്കാനും വെള്ളം അങ്ങനെയൊക്കെ തരുന്നവരുണ്ട്. അത് അവരെ മനസ്സിന്റെ കടുപ്പാണ്. കാരണം നമുക്ക് അങ്ങനെ ചോദിക്കാനൊന്നും ഉള്ള ഒരിതില്ല, അങ്ങനെ റൈറ്റും ഇല്ല. അവര് അറിഞ്ഞെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നെങ്കിൽ തരും. അതൊക്കെ മേടിച്ച് കളിയാക്കലുണ്ട് ഒരുപാട്. അത് ഒരിക്കലും അത് ചുമ്മയാണ് കാര്യം. നമുക്ക് നിങ്ങൾക്ക് പോയി കണ്ടതിൽ വെച്ച് അറിയാമല്ലോ, ഇതിൽ നമുക്ക് ഉറങ്ങാൻ എവിടെയാണ് സമയം? കാര്യം ഈ വെയിലത്ത് ഇത്ര ഇപ്പം പിന്നെ നല്ലോണം അളന്നൊക്കെ ഇട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മൾ വൃത്തിയായിട്ട് ചെയ്യുമ്പോൾ ഉറങ്ങാൻ എന്നുള്ള ഒരു സമയമില്ല. പിന്നെ ഒരുമിച്ച് നിന്ന് ചെയ്യപ്പോൾ ഇത്തിരി സമയം കിട്ടും. പെട്ടെന്നൊക്കെ ജോലി തീർത്ത് ഒത്തിരി നേരമൊക്കെ ഒന്ന് ഇരിക്കും. അല്ല നമുക്ക് ഉറങ്ങാനെന്നുള്ള ഒരു സമയം അതൊക്കെ വെറുതെ നമ്മളെ സോഷ്യൽ മീഡിയ ഒരുപാട് നമ്മളെ കളിയാക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പം നല്ല മാറ്റം വന്നിട്ടുണ്ട്. പണ്ടായിരുന്നു ഇങ്ങനെ പറയുന്നത്. ഇപ്പം നല്ല മാറ്റം വന്നിട്ടുണ്ട്. നല്ല മാറ്റമൊക്കെ ഉണ്ട്. നല്ല ഇതാണ്, സമീപനവും നല്ലതാണ്. കാടും നമ്മള് ഇങ്ങനെ ഒരു കർഷകനെ ഇന്നത്തെ നിലയിൽ ഈ തൊഴിലുറപ്പ് ഇപ്പൊ ഒരു കർഷകൻ ഇത്രയും ജോലി ഇതുപോലെ ചെയ്തെടുക്കണമെങ്കിൽ ഇന്നത്തെ ഒരാളിന്റെ കൂലി ഒന്ന് ആലോചിച്ച് നോക്കിയാണ് 25. അപ്പൊ അതിന്റെ ഒരു ഇനി ആ കർഷകൻ ഇതിലൊന്നുമില്ല. അയാൾക്ക് ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ലാഭമാണ്. ഒരു വാഴ ആയാലും പച്ചക്കറി ആയാലും ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന പ്രോഫിറ്റ് അയാൾക്ക് ലാഭമാണ് അല്ലേ. ഈ വളവുകൾ കിലുകിലുക്കി പുന്നല് കൊയ്യുന്ന പെണ്ണാളെ, താത്തു കൊയ്യടി താളത്തി കൊയ്യടി ഒത്തു കൊയ്യടി പെണ്ണാളെ, എണ്ണക്കാറുമ്പുള്ള കൊച്ചു നമ്പി എണ്ണിക്കത്തേടി കത്തകൾ, നേരെ കൊയ്യടി നേരത്തി കൊയ്യടി നേരമൊത്തിരിയായടി. ദരിദ്രത്തിൽ കഴിയുന്നവരാണ്. ഇതാണ് നമ്മുടെ ഒരു ആശ്രയം. വീട്ടിലെ ആണുങ്ങൾക്കാണെങ്കിൽ പണിയൊന്നുമില്ല. അപ്പം പൈസ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പൈസ 6 മാസത്തോളമായി പൈസ വരുന്നില്ല. അതുകൊണ്ട് വീടുകളിൽ ഭയങ്കര ദാരിദ്ര്യമാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇതിൻ്റെ പൈസ വരാനുള്ള കാര്യം ഇതിൻ്റെ മേലധികാരികൾ ചെയ്തു തരണമെന്ന് അപേക്ഷിക്കുന്നു. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുപ്പാണ്. ഫോട്ടോ എടുപ്പ് നമ്മൾ 100 മീറ്റർ അകലെ നമ്മൾ പോകണം ഫോട്ടോ എടുക്കാൻ. ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്നും 346 രൂപ കിട്ടിയാൽ നമുക്ക് പകുതിയും വാഹനത്തിന് കൊടുക്കാനേ ഉള്ളൂ. പിന്നെ വീട്ടിലാണെങ്കിൽ ഒരുപാട് സ്ത്രീകളും ദാരിദ്ര്യത്തിൽ കഴിയുന്നവരാണ്. വീട്ടിലാണെങ്കിൽ ആണുങ്ങൾക്ക് ജോലിയില്ല. ഇതിനെ ആശ്രയിച്ചാണ് മിക്ക പേരും കഴിയുന്നത്. അപ്പം ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് തരണമെന്ന് ഞാൻ താഴ്മയായി പറയുകയാണ്. ഫോട്ടോ എടുക്കാൻ 100 മീറ്റർ അകലെങ്കിലും നമുക്ക് പോകണം. ഇപ്പം അടയമണ്ണാണ് ഫോട്ടോ എടുക്കണമെങ്കിൽ നമുക്ക് ചാവേറ്റിക്കാട് കഴിഞ്ഞ് ആണ് നമ്മൾ ജോലി ചെയ്യാനുള്ളത്. പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട്
4 മണിക്ക് സൈറ്റിൽ എത്തി. എല്ലാവരും 366 രൂപ കിട്ടിയാലും കാലും കൈയും വയ്യാത്തവരാണ് ഒരുപാട് സ്ത്രീകളും. ഇവരെല്ലാം വണ്ടി പിടിച്ചാണ് പോകുന്നത്. ഇതിനായിട്ട് ഭയങ്കര വിഷമമാണ്. അതുകൊണ്ട് ഇതിന് തക്കതായ ഒരു പരിഹാരം ചെയ്ത് തരണമെന്ന് ഞാൻ പറയുകയാണ്. മംഗളങ്ങൾ വാരിച്ചൊരി പുണരാ നമുക്കിനി മധുവിധുവസന്തരാവിൽ പട്ടുമെത്ത വിരിച്ചതിലിരുത്താൻ ഇവര് കല്യാണ പാട്ടു പാടിയുണർത്താ. താരഹാരമണിഞ്ഞ രാവിൽ ആനന്ദമുല്ലാസമുന്മാദമൊഴുകുമ്പോ ചുവടുവെച്ചു പാടാം ശുഭരാത്രി, മനസ്സുകൊണ്ടു നേരാ ആശംസ. ത്തിൽ ഇത്രയും നമ്മൾ ചെയ്തു കൊടുക്കപ്പോ ഇതിൽ കൃഷി ചെയ്യാകുന്നുണ്ടെങ്കിൽ കർഷകനൊന്നും ആത്മഹത്യയൊന്നും ചെയ്യേണ്ടി വരൂല. ഒരു കർഷകനും ആത്മഹത്യ ചെയ്യേണ്ടി വരൂല. നേരെ കൊയ്യടി നേരത്തി കൊയ്യടി നേരമൊത്തിരിയായടി.